വികസന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക കർമ്മ പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ മുതൽ പുതിയ IT പാർക്കുകൾ വരെ വമ്പൻ പദ്ധതികളായി ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നിക്ഷേപകരെ കൂടുതലായി സംസ്ഥാനത്തേക്ക് ആകർഷിക്കുന്നതാണ് കർമ്മ പദ്ധതി. ഇതിനനുസൃതമായിട്ടാണ് പദ്ധതികളുടെ പ്രഖ്യാപനം ധനമന്ത്രി നടത്തിയത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ട നിർമ്മാണം 2026 പൂർത്തിയാക്കും. വിഴിഞ്ഞത്തെ ബൃഹത്തായ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കുകയാണ് ലക്ഷ്യം. ഇതിനനുസൃതമായിട്ടാണ് വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ചാ ത്രികോണ പദ്ധതി. സർ, വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണം ലോകത്തെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ് തുറമുഖങ്ങളായ സിംഗപ്പൂർ, റോട്ടർഡാം, ദുബായ് എന്നിവയുടെ മാതൃകയിൽ വിഴിഞ്ഞത്തെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രത്തിനപ്പുറം ബൃഹത്തായ കയറ്റുമതി ഇറക്കുമതി തുറമുഖമായി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശത്തുമായി ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. എന്നാൽ ഔട്ടർ റിംഗ് റോഡ് എന്ന് പൂർത്തിയാക്കുമെന്ന് ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല. കണ്ണൂർ വിമാനത്താവളത്തിനടുത്ത് 25 ഏക്കറിൽ 293 കോടിയുടെ IT പാർക്ക്. കൊല്ലം നഗരത്തിലും പുതിയ IT പാർക്ക് തുടങ്ങും. കോവളം നീലേശ്വരം വെസ്റ്റ് കോസ്റ്റ് കനാലിൽ വിനോദസഞ്ചാരം, ജലഗതാഗതം, ചരക്ക് നീക്കം എന്നിവ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രാരംഭ നടപടികൾക്കായി 500 കോടിയാണ് വകയിരുത്തിയത്. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ തുടങ്ങുന്നതിന്റെ പ്രാരംഭ നടപടികളും ഈ വർഷം തന്നെ തുടങ്ങുമെന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. മീഡിയ 1 തിരുവനന്തപുരം.